എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറി ആയിട്ടാണ്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കറി, അതായത് പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി വെച്ചിട്ടുള്ള ഒരു ചാറ് കറി. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പും ചീരയും വെച്ചിട്ടുള്ള കറി. അപ്പോൾ ഒരുപാട് പേര് മുരിങ്ങയുടെ ഇലയും വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയുടെ ഇല ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ചെയ്ത് കാണിക്കാമെന്ന്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു കറിയാണ്. കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ കുട്ടിയായിരിക്കും അമ്മ ഉണ്ടാക്കി തരും. അന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ പക്ഷെ ആലോചിക്കുമ്പോൾ അയ്യോ ആ കറി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. കാരണം മുരിങ്ങയുടെ ഇല ഇപ്പൊ ഇവിടെയൊക്കെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന മുരിങ്ങയുടെ ഇലയാണ്. നമ്മുടെ നാടൻ ഇലയുടെ ടേസ്റ്റ് ഒന്നും എന്തായാലും എനിക്ക് കിട്ടില്ല. എന്നാലും കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ 2 മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ നാടൻ കറി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ? അപ്പോൾ സെയിം റെസിപ്പി തന്നെ ചീര വെച്ച് ചെയ്താൽ മതി. ചീര എന്ന് പറയുമ്പോൾ ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം. ഈവൻ പാലക്ക് വേണമെങ്കിലും അതിലിട്ട് ഉണ്ടാക്കാൻ പറ്റും. സെയിം റെസിപ്പി ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിൽ ഞാൻ പുളി ഒഴിച്ചിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പരിപ്പ് മുരിങ്ങയുടെ ഇല ഒഴിച്ചേറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മമാരൊക്കെ എപ്പോഴും സ്ഥിരം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നിരുന്ന പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി കറി വയ്ക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ് തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ നേരം. വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തുവരപ്പരിപ്പ് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ആ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം. ഇത് നമുക്ക് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം കുക്കായതിനു ശേഷം മാത്രം നമുക്കിതിലോട്ട് തേങ്ങയും അതുപോലെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയും ചേർത്ത് കൊടുക്കണം. ഞാൻ മുരിങ്ങയുടെ ഇല ഇതിൽ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാറില്ല. അതേസമയം ചിലവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ മുരിങ്ങയുടെ ഇല ഇട്ട് കുക്ക് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വെക്കാം. ഇപ്പോൾ പരിപ്പിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ പരിപ്പനുസരിച്ചും ഈ വേവിന് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കിട്ടുന്ന പരിപ്പ് പെട്ടെന്ന് കുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ല അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണും. ഇതാ ഞാനിവിടെ ഇത് തുറന്ന് നോക്കി പരിപ്പ് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. കാരണം ഇച്ചിരി ലൂസായിരുന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒരു ഗ്ലാസും കൂടെ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണേ. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ, ഓരോരുത്തർക്കും തിക്നെസ്. ഇപ്പോൾ കാരണം ഇരിക്കുമ്പോൾ കുറച്ച് കട്ടയാവുന്ന ഒരു കറിയാണിത്, അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഞാനിവിടെ നല്ല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു കൈപ്പിടി മാത്രം മതിയാവേ. ഇതിൻ്റെ എന്താ പറയുക, ആ തണ്ടൊക്കെ ഒരു മാക്സിമം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് കിട്ടുന്നത് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന മുരിങ്ങയുടെ ഇലയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുലഭമായി കിട്ടുന്നൊരു സംഭവമല്ലേ ഇത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. കട്ടുണ്ടാവും, അതായത് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ മഞ്ഞളും ഉപ്പിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഈ ഇല മുക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെയാണ് ഞാൻ പണ്ട് ചീരയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നതേ, പലർക്കും ഓർമ്മയുണ്ടാവും. നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക. ഇതൊന്ന് 5 മിനിറ്റ് കുക്കായിക്കോട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യുമിൻ സീഡ്സ്, അതായത് ജീരകം അതേപോലെ തന്നെ ചെറിയുള്ളി ഒരെണ്ണമൊക്കെ ചേർക്കാം. എൻ്റെ അമ്മ പക്ഷേ ജീരകവും ചെറിയുള്ളിയും ചേർക്കാറില്ല ഈ കറിയിൽ, അതുകൊണ്ട് ഞാനും ചേർക്കുന്നില്ല. പക്ഷേ തെക്കോട്ട് പോകുന്തോറും ഈവൻ വെളുത്തുള്ളി പോലും ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ടേസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. കാരണം നമ്മൾ ശീലിച്ച് ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്കിതിലിപ്പോൾ എന്താ പറയുക, ഉള്ളിയും ജീരകമൊക്കെ ചേർക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ.
വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതിൽ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അതായത് നമ്മൾ സാമ്പാർ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പുളി ഒഴിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുളിയുള്ള എന്തെങ്കിലും കറിയായിരിക്കാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അമ്മ സ്പെഷ്യലായിട്ടുള്ള തക്കാളി വാട്ടിയതില്ലേ, വെറുതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി വാട്ടിയതാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ പുളി ഒഴിക്കുന്നില്ല. പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. തൽക്കാലം ഇത് നന്നായിട്ടങ്ങ് തിളക്കട്ടെ. നന്നായി തിള വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം അത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ആ തേങ്ങ അരച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ജീരകമൊക്കെ മതിയാകും കേട്ടോ. ഒരുപാട് ജീരകം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഈ തേങ്ങ അരച്ചത് ചേർത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇത് മതി. ആ ഒരു പച്ച രസമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ് തിളപ്പിക്കാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. നമുക്കിത് മാറ്റി വയ്ക്കാം. കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക, ഒരു സോസ് പാൻ വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ആ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരല്പം കടുകും പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് അങ്ങ് പൊട്ടിച്ചങ്ങ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഉണ്ടമുളകാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനൊരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വറ്റൽമുളകാണോ അത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലോട്ട് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫയറെല്ലാം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കാച്ചിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലോട്ടങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അടിപൊളി. നാടൊക്കെ ഓർമ്മ വരുന്നത് കഴിക്കുമ്പോൾ. അടിപൊളിയായിട്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബിഹൈൻഡ് ദ സീൻ ഇടില്ല എന്ന് പറഞ്ഞ പരാതിയാ. ഇടയ്ക്കിടുന്നില്ല. എന്താ കഴിച്ചോണ്ടിരിക്കണേ? നമ്മുടെ മത്തങ്ങ, വെളിച്ചെണ്ണ ഇല്ലാത്ത മത്തങ്ങ, പിന്നെ തക്കാളിക്കറി, മുട്ട ആഡ് ചെയ്ത തക്കാളിക്കറി, പിന്നെ കായ. പ്ലേറ്റ് കണ്ടിട്ട് നിങ്ങള് വിചാരിക്കും ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല കേട്ടാ. ഇത് കഴിച്ച പ്ലേറ്റില് ഒരു എക്സ്ട്രാ പ്ലേറ്റ് കഴിക്കേണ്ടെന്ന് വെച്ചാൽ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ടതാണ്. ഈ എന്താണ് വേപ്പില ഒന്നും എൻ്റെ അല്ലേ. ഇത് നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി, ഇത് കായ. അവിടെ മീൻ വറുത്തോണ്ടിരിക്കുന്നു.